ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, അത് നമ്മള് പഴയ പാട്ടുകളുടെ ലജ്ജാവതി എന്നൊക്കെ ആലോചിക്കാം, പക്ഷെ ഈ ട്യൂണിൽ ആ വാക്ക് എങ്ങനെ വന്നേ? അതുകൊണ്ടാണ് ലജ്ജാവതിയെ ആക്കിയത്. തന്ന തനന ലജ്ജാവതിയെ എന്ന് പറയുമ്പോ അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റണ്ടേ. പിന്നെ ജാതിയുടെ കൂടെ കൂടി ആ ഒരു ട്രാക്കിലേക്ക് മാറി. ജില്ലയിലെ ജില്ലയിലെ കാരണം ഞാനൊരു കുട്ടിയാടോ, ഞാൻ ഓടി കളിക്കുന്ന ഒരു കുട്ടിയാ. അപ്പോൾ എന്തായിരിക്കും മിന്നൽ വള എന്ന് ആലോചിക്കാൻ കാരണം? മിന്നൽ വള ശരിക്കും അത് കാളിദാസനിലാണ് പോയി എത്തിച്ചേരുക. ശ്രീരാമൻ സീതയോടുകൂടി ലങ്കയിൽ നിന്ന് തിരിച്ചു വന്നത് ഒരു പുഷ്പവിമാനത്തിലാണ്. കൈ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടപ്പോൾ മിന്നലുകൾ വളയായി മാറിയെന്ന് അത് പറയുന്നുണ്ട് കാളിദാസൻ. വിനീത് ശ്രീനിവാസനുമായിട്ടുള്ള അന്നത്തെ ഒരു മുട്ടുമുട്ടുക്കാനല്ല കുട്ടിയാണ്. പിന്നെ ശ്രീനിവാസന്റെ മോനല്ലേ, ആലോചിക്കാനില്ല. ആദ്യം ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവരാണ് പാട്ട് കൂട്ടിയത്, 5 പാട്ടാക്കിയത്. വലിയ പാട്ടുകളുള്ള ഒരു ആൽബമായി മാറി. ശരിക്കും എനിക്ക് എൻ്റെ പാട്ടുകളൊക്കെ എത്രയാണ് പടം അവിടെ കയറി നിൽക്കുമ്പോഴാണ് ഉള്ളൂ. മറ്റേ പാട്ടുകൾ എത്രയുണ്ട്? അങ്ങനെ ഉണ്ടോ? ഓടാത്ത സിനിമകളാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അതൊന്നുമില്ല, ഓടിയ സിനിമകളല്ലേ കിരീടത്തിലെ പാട്ട്. ബാക്കി എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അതോരോ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ. അല്ല, പാടിയതിന് കൊടുക്കാം, മ്യൂസിക്കിന് കൊടുക്കാം, അഭിനയിച്ചതിന് കൊടുക്കാം, സംവിധായകന് കൊടുക്കാം. എനിക്ക് മാത്രം തരാൻ പാടില്ല തരത്തുള്ളൂ. അതിൽ പുള്ളി ആ ഒരു ട്യൂണ് പിടിച്ചത്. തന്ന തന്തന തന്ന തന്തന്ന തന്ന തന്ന നല്ല അറ്റുണ്ട്. അതാണ് കിലുകിലുക്കും കിലുകിലുക്കും കിങ്ങിണിച്ചപ്പിലൊളിച്ചിരിക്കും അല്ലേ. പ്രണയമണിത്തൂവൽ എല്ലാം മഴയെ തീരാത്ത മോഹം ഈ മഴ ഗന്ധർവഗാനം ആദ്യാനുരാഗം അരികിൽ വരുമ്പോൾ പനിനീർ മഴ അല്ലെ. അകലത്ത് വന്നാൽ കണ്ണീർ മഴ. എല്ലാവർക്കും ഭയങ്കര ഫീലായി. ഒരു ഡമ്മി വെച്ചിട്ട് സുവർണലത വന്ന് ട്രാക്ക് പാടി. എനിക്കത് കേൾക്കാൻ സഹിക്കാൻ വയ്യാണ്. എനിക്ക് പറ്റാഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ പണി നിർത്തിയിട്ട് പോവാം വിചാരിച്ചു. ശരിക്കും അത്ര വിഷമം. കമലോട് പാട്ടായി, നിങ്ങൾ രാവിലെ നമുക്ക് റെക്കോർഡ് ചെയ്യാന്ന്. ഫുൾ പാട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഹായ്, മലയാളത്തിന്റെ സ്വന്തം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് കൂടെയുള്ളത്. തിരുമേനി സ്വാഗതം. സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. ആദ്യം തന്നെ ഒരു പുതിയ സിനിമയുടെ ഭാഗമായി പാട്ട് എഴുതിയിരിക്കുകയാണ് നരിവേട്ട. അപ്പോൾ നരിവേട്ടയിലേക്ക് എങ്ങനെയാണ് അനുരാജ് തിരുമേനിനെ ബന്ധപ്പെടുന്നത്? എങ്ങനെയാണ്? അനുരാജ് എൻ്റെ നാട്ടുകാരനാണ്. നാട്ടുകാരൻ വെച്ചാൽ ഇപ്പം വേറെ താമസിക്കുന്നത്. പക്ഷേ അനുരാജിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് ഒഴുകി വെച്ച് കളിച്ച് നടന്ന ആൾക്കാർ. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാൻ അതൊക്കെ അറിയുന്നത്. ആ മനോഹരൻ്റെ മോനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പാട്ട് നല്ല സെൻസിബിളായിട്ട് നല്ല കുട്ടിയാണ് അയാൾ. ഇതില് മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എന്തായിരിക്കും മിന്നൽ വള എന്ന് ആലോചിക്കാൻ കാരണം? മിന്നൽ വള ശരിക്കും അത് കാളിദാസനിലാണ് പോയി എത്തിച്ചേരുക. ശ്രീരാമൻ സീതയോടുകൂടി പിന്നെ ഈ ലങ്കയിൽ നിന്ന് തിരിച്ചു വന്നത് ഒരു പുഷ്പവിമാനത്തിലാണ്. വരുമ്പോൾ അന്നത്തെ വിമാനം എന്ന് പറഞ്ഞാൽ കൈ പുറത്തേക്ക് ഇടാൻ പറ്റും എന്നാണ് കഥ. അപ്പോൾ കൈ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടപ്പോൾ മിന്നലുകൾ വളയായി മാറിയെന്ന് അത് പറയുന്നുണ്ട് കാളിദാസൻ. അതിന് വേറെ ന്യായമുണ്ട്. ഇവര് ഭൂമിപുത്രിയാണ്, അത് എർത്താണ്. അതുകൊണ്ട് മിന്നൽ ചുറ്റും അങ്ങനെ രണ്ടർത്ഥമുണ്ട്. അതെ, അങ്ങനെയാണ് മിന്നൽ വള സങ്കല്പം ഉണ്ടാകുന്നത്. ഞാനിത് പെട്ടെന്ന് ഉപയോഗിച്ചപ്പോൾ അങ്ങനെയായി. പിന്നെ അന്തരീക്ഷവും ആണല്ലോ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ അത് സീത തന്നെയാണ് ശരിക്ക്. പെണ്ണഴകെ എത്തിത്തൊടാൻ എത്തുകയില്ല നീ മാരിവില്ലിൻ്റെ ആണെന്ന് പറഞ്ഞല്ലേ. അതാണ് അങ്ങനെ എല്ലാം അവിടുത്തെ അന്തരീക്ഷം തന്നെ. അതാണ് ആ ഒരു നായികനെ അങ്ങനെ ചേഞ്ച് ആയിട്ടുള്ളൊരു സാധനം വന്നതാണ്. നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അനുരാജ് ഒരു ഫ്രഷ്നെസ് ഉള്ള എന്നാൽ കുറച്ച് പഴയ കാലം കാണിക്കാൻ നല്ല ഭംഗിയിൽ. ഈ മിന്നൽ വള പറഞ്ഞപ്പോഴേ മിന്നൽ കരിവള ചാർത്തി അന്ന് ആ മിന്നൽ കരിവളയായത് അന്ന് ഓർത്തത് എങ്ങനെ? അതെ, മിന്നൽ തരിവള ചാർത്തി. അന്ന് എങ്ങനെയാ ആ പാട്ട് ഓർക്കണേ ഹരികൃഷ്ണൻസില്? ഇപ്പൊ ഇത് വന്നപ്പോ മിന്നൽ കൈവള വന്നപ്പോ മിന്നൽ വള എന്ന് പറയുമ്പോ എനിക്ക് ഇത് ഓർമ്മ വന്നു.
മറ്റേത് അന്ന് പിന്നെ ഒരു അടിപൊളി പാട്ടാണ്. ഇതില് വേറെ ഏതൊക്കെ? പക്ഷെ അതിലും മുകിലും ഇതൊക്കെ ഉണ്ടല്ലോ, ആ അന്തരീക്ഷം അതാണ്. അതെ അതെ, അവരിങ്ങനെ ആ കുട്ടി ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്നല്ലേ. ഇത്രയും കാലത്തെ പാട്ടെഴുത്ത് എന്നുള്ളൊരു മലയാള സിനിമയിലെ പാട്ടെഴുത്ത് ശാഖയിൽ വന്ന ഒരു പ്രധാന മാറ്റം എന്താ തോന്നുന്നത് 80s മുതൽ ഇപ്പോൾ വരെ? എനിക്ക് മാറ്റം വന്നതെന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായി, ഡെപ്തായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷെ അതല്ല, കുറച്ചുകൂടി സിമ്പിളാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ദേവദുന്ദുഭി, പ്രമദവനം, പിന്നെ ദേവസഭാതലം എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലുള്ള കഥയില്ല, ആ രീതിയിലുള്ള കാര്യങ്ങളുമല്ല. ഇപ്പം സിമ്പിളായി കാര്യങ്ങൾ. അപ്പോൾ ഞാനും സിമ്പിളായി. ഇപ്പോൾ കളിവീട്, കളിയാട്ടം തുടങ്ങിയിട്ടുള്ള പടങ്ങൾ അല്ലേ, അതിലൊക്കെ ഞാൻ അങ്ങനെയാണ് സിമ്പിളായത്. ഓരോ കാലത്തിന്റെ ആ മാറ്റം എനിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ഈ പ്രേക്ഷകർ ചിലപ്പോൾ പറയും, അപ്പം നിങ്ങൾ തന്നെ എഴുതിയ, നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാവരും എഴുതിയ പാട്ടുകൾ, ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു 80കളിൽ വളർന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്ന ആളുകൾ ചിലപ്പോൾ പറയും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കേട്ട പാട്ടാണ് നല്ലത്. ആ ഒരു ഇത് ജനറേഷൻ തോറും ഇങ്ങനെ പറഞ്ഞു വരും, ഞങ്ങളുടെ കുട്ടിക്കാലത്താണ് നല്ലത്, ഇപ്പോഴൊക്കെ എന്ത് പാട്ടാണ് അത്. ഇപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കുറച്ച് മുമ്പുള്ളവർ അങ്ങനെ പറയുന്നത് നമുക്ക് സന്തോഷമുണ്ട്. ആണോ? ഞാൻ പറഞ്ഞത് ഞാൻ കേട്ട പാട്ടെല്ലാം ഭാസ്കരൻ മാഷയും അതെ അതെ വയലാറിന്റെ ഒക്കെ അല്ലേ. പക്ഷെ അങ്ങനെ ഒരു എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ സമൂഹം മൊത്തം മാറുന്നുണ്ടല്ലോ, അതിന്റെ ഒരു മാറ്റമല്ല, അല്ലാതെ വരികളിൽ ഒരു മോശം വരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അറിയാതെ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവാം. നമ്മുടെ കാഴ്ചയിലും ഉണ്ടല്ലോ, സിനിമയിലെ കാഴ്ചയിലും അങ്ങനെ ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. ആ മാറ്റങ്ങൾ എല്ലാറ്റിലും പ്രതിഫലിക്കും, അത് കാണുന്നവരിലും പ്രതിഫലിക്കും, സ്വാഭാവികമാണ്. ഇപ്പൊ അനുരാഗിണി ഇതാ എന്ന് 2025 പ്രണയിനിയെ പറയാത്തത് കൊണ്ടുള്ള മാറ്റം അല്ലേ. ഹൃദയത്തിൽ ഒരുപാട് പാട്ടുകൾ ചെയ്തു അവരെ കൂടെ ഉള്ളത്, കാരണം കുറെ അധികം പാട്ടുകളുള്ള ഒരു ആൽബമായിരുന്നു ഹൃദയം. അതിലൊരു വർക്കിംഗ് എങ്ങനെയായിരുന്നു? അവരും പറഞ്ഞു പ്രതീക്ഷിക്കാത്ത സാധനമാണ് വന്നത്. ഇപ്പൊ എന്നോട് പിന്നെ ഒരു പരീക്ഷയുടെ ടെൻഷൻ, എല്ലാവരും ഇങ്ങനെ ധൃതിപ്പെടുന്നു, ഭയങ്കര പഠിത്തം, അതിനിടയിൽ ഇവരുടെ തമ്മിലുള്ള ഓട്ടം ചാട്ടം, ഇതൊക്കെ ഉള്ള ഒരു പാട്ട് വേണമെന്നുണ്ട്. പരീക്ഷയുടെ ടെൻഷനാണ്, പഠിത്തവും അതിൽ മുഴുകുന്ന കുട്ടികളും. അപ്പം ആ ഒരു ടെൻഷനിൽ എങ്ങനെയാണ് ആലോചിക്കുന്നത് ചോദിച്ചു. അത് ഒരു പാട്ടത് അതല്ലേ, അതിൽ ആ ഇതൊക്കെ ഇല്ല, മഴയും ഇടിയും, അതാണ്. ഞാൻ പറഞ്ഞു നമുക്കൊരു വലിയ ഇടിയും മഴയുള്ള ഒരു ടൈമിനെ പറ്റി പറഞ്ഞാലോ, ടെൻഷനും ഇതൊക്കെ ഉണ്ട്. അതാണ് ഈ മഴവിൽക്കട കൂടി ചുടി വാ തോഴാന്ന് പറഞ്ഞില്ലേ. ഈ പുതിയ ആൾക്കാർക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോഴേ അപ്പം എങ്ങനെ ഒബ്സർവ് ചെയ്യാറ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതികൾ എന്താ? കാരണം ഇപ്പൊ ഇത് പറഞ്ഞല്ലോ, ഇപ്പൊ കോളേജ് കാലമാണെങ്കിൽ പഴയ കോളേജ് അല്ല ഇന്ന്. അപ്പൊ ഈ വരികളിൽ പുതുമ കൊണ്ടുവരാൻ വേണ്ടി എന്താണ് തീരുമാനം? ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നത്, ഞാൻ ഇങ്ങനെ എന്റെ പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ അല്ല നടക്കുന്നത്. കാരണം എന്റെ എല്ലാം ചെറിയ കുട്ടികളാണ്, പയ്യന്മാരാണ് എന്റെ കൂടെ. അപ്പൊ നിങ്ങളെ മനസ്സ് എനിക്കുണ്ടാവും, മനസ്സ് അറിയാം. വിനീത് ശ്രീനിവാസനുമായിട്ടുള്ള അന്നത്തെ ഒരു മുട്ടുമുട്ടുക്കാനല്ലേ കുട്ടിയാണ്. പിന്നെ ശ്രീനിവാസന്റെ മോനല്ലേ, ആലോചിക്കാനില്ലല്ലോ. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ റെഡിയായിരുന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എഴുതാനുണ്ട്. ആദ്യം ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവരാണ് പാട്ട് കൂട്ടിയത്, 5 പാട്ടാക്കി എഴുതിയത്. വലിയ പാട്ടുകളുള്ള ഒരു ആൽബമായി ഒരു പാട്ട് ട്യൂണ്. അതാണ് മറ്റേ മനസ്സേയാണോ? മനസ്സേ. അപ്പൊ മനസ്സേ അവര് പറഞ്ഞ സാധനം തന്നെ ഞാൻ എഴുതിയത്. അത് വന്നപ്പോ രണ്ടാമത്തെ എന്ത് ചെയ്യും, ഒരു മനസ്സേ ഒക്കെ ഞാൻ ഒരു മനസ്സും കൂടെ എടുത്തോ, അതൊരു രസമായിരുന്നു. പാടി കേട്ടപ്പോ നല്ല രസമുണ്ട്. മനസ്സേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫീൽ ഉണ്ടല്ലേ. അതാണ് ഇതിന്റെ കളി. അതിന്റെ ഒരു BGM വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. കാരണം നീ ഇങ്ങനെ എന്നെ ഇങ്ങനെ അകന്നു പോയാൽ ഞാൻ എന്താ ചെയ്യാ, ഞാനിപ്പോ എന്ത് ചെയ്യും, നിന്റെ കൂടെ എനിക്ക് ഓടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരാളുടെ മനസ്സാണ്. അത് തന്നെയാണ് എഴുതിയതിൽ. കാണാമറയത്ത് ദൂരെ നീ ഇങ്ങനെ ദൂരെ പോയാലേ ഞാൻ എന്ത് ചെയ്യും തന്നെ, എന്ത് ചെയ്യും തന്നെ എഴുതിയത്. അതെ അതെ. പക്ഷെ അത് ലൈറ്റ് ആണെങ്കിലും എന്തോ ഒരു ഹെവിനെസ് നമുക്ക് ആ ചോദ്യത്തിൽ ഉണ്ട്, ഒരു ഭാരം അതിലുണ്ടെന്ന് തോന്നുന്നു. അതാണ് എന്റെ മാജിക്. നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരു ഒരു മാജിക് വരും.
ആ ടച്ചസ് ആണ്. അത് ട്യൂണും ഇത് കൂടി വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും ഇത് നിൽക്കുന്നത്. 96-ലാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ. അഴകിയ രാവണൻ, അതും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലത്തെ ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക്കിന് കിട്ടി. ശരിക്കും എനിക്ക് എൻ്റെ പാട്ടുകൾ എത്രയാണ്, അത് ഈ പടം അവിടെ കയറി നിൽക്കുമ്പോഴാണ് ഉള്ളൂ. മറ്റേ പാട്ടുകൾ എത്രയുണ്ട്? അങ്ങനെ ഉണ്ടോ? ഓടാത്ത സിനിമകളാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അതൊന്നുമില്ല, ഓടിയ സിനിമകളല്ലേ കിരീടത്തിലെ പാട്ട്, ബാക്കി എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അത് ഓരോ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ. അല്ല, പാടിയതിന് കൊടുക്കാം, മ്യൂസിക്കിന് കൊടുക്കാം, അഭിനയിച്ചതിന് കൊടുക്കാം, സംവിധായകന് കൊടുക്കാം, എനിക്ക് മാത്രം തരാൻ പാടില്ല. അങ്ങനെ തരത്തുള്ളൂ. ആ സമയത്തൊക്കെ അത് പിന്നീട് എപ്പോഴെങ്കിലും ആ കാലഘട്ടത്തിൽ ജൂറിയിലിരുന്ന ആളുകളായിട്ട് സംസാരിച്ചു? പിന്നെ അവരെ എൻ്റെ പാട്ട് അന്ന് ജൂറി ചെയർമാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള കൊടിയേറ്റ ഗോപിയായിരുന്നു. ഗോപിയുടെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടം എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ നേരെ പിടിച്ചു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഏതോ ഒരു ഹോട്ടലിൽ ലിഫ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് നേരം. ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ എനിക്ക് അവാർഡ് തന്നില്ലല്ലോ അന്ന്, ഞങ്ങൾ കൂട്ടുകാരാണ്, ഒരുമിച്ച് നാടകത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പോൾ പക്ഷേ നിങ്ങളെ പടത്തിന് ഞാൻ തന്നെ വേണം. അന്ന് അവാർഡ് കൊടുത്ത് വയോൻ സാറിനായിട്ട് കൊടുത്ത്. അപ്പം വയോൻ സാറിന് ജീവിച്ചിരിപ്പുണ്ട്, കൊടുക്കാത്തത് നിങ്ങൾ ജീവിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ വേണം, ഇപ്പോഴും ഞാൻ വേണമെന്ന് പറഞ്ഞ അത്രയും കൊല്ലായില്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ അതൊന്നും പറയല്ലേ, അതൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നെ വേണ്ടി വന്നു എന്നുള്ളത് സത്യമാണെന്നല്ലോ പറഞ്ഞത്. അഴകിയ രാവണൻ ചോദിക്കാൻ നിന്നതാ. അപ്പോൾ അതില് ഗിരീഷ് ഏട്ടൻ ഒരു വേദിയില് പണ്ട് ഒരു അവാർഡ് വേദിയിൽ പറഞ്ഞിട്ടില്ലേ, എന്റെ ശത്രു എഴുതിയ പാട്ടാണ്, എനിക്ക് മിസ്സായ പാട്ടാണ്, തമാശക്ക് ഇങ്ങനെ പറയുന്നത്, പ്രണയമണിത്തൂവൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എഴുതാന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗിരീഷ് ഏട്ടൻ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ചു? പിന്നെ ഞാൻ അതൊന്നും ചോദിക്കാറില്ല, നമ്മള് അത് തമാശയല്ലേ. പിന്നെ അത് അങ്ങനെയൊക്കെ തമാശ ഞാനും പറയുമായിരുന്നു. സൗഹൃദം ഉണ്ടായിരുന്നു നിങ്ങള്? പിന്നെ വളരെ അടുത്ത സൗഹൃദം. രണ്ട് കോഴിക്കോട്ടുകാരാണ്. കോഴിക്കോട്ടുകാരാന്ന് മാത്രമല്ല എൻ്റെ ഒരു ശിഷ്യനെ പോലെ. പിന്നെ ഞങ്ങൾ ഒരു പടം വർക്ക് ചെയ്ത് ഒരുമിച്ച്, അയാൾ എഴുതിയിട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, കമലിന്റെ പടം. അതില് വെണ്ണില ചന്ദനക്കിണ്ണം, അതുപോലെ പ്രണയമണിത്തൂവൽ, പിന്നെ അതിനൊക്കെ മാറ്റം വന്നിട്ടാണ് ഓ ദിൽറുബ. അത് ഭയങ്കര രസമാണ്. എനിക്കൊന്ന് വിദ്യാജിയുടെ ഫസ്റ്റ് പടം അതല്ലേ മലയാളത്തില്? കമൽ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യും കൂടിയാണല്ലോ. സാർ ആദ്യമായിട്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമല്ലായിരുന്നോ? എങ്ങനെയായിരുന്നു അന്നത്തെ ഓർമ്മകൾ ഈ പാട്ടുകളുടെയൊക്കെ? അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഇയാൾ ആദ്യമായിട്ടാണ് പിന്നെ ചേർത്തല വെച്ചായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ്, നമുക്ക് തുടങ്ങിക്കളയായിരുന്നു, കലക്കി കളയുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഇങ്ങനെ മലയാളി തലമുറയുടെ എന്ന് തോന്നുന്ന ട്യൂൺസ് ഏതാണ് ഞാൻ പറഞ്ഞു. രണ്ട് പാട്ട് ഞാൻ പറഞ്ഞു. കീല് കീലുക്കും കീല് കീലുക്കും കിങ്ങിണി ചെപ്പിൽ ഒളിച്ചിരിക്കും ടെലിഫോണിൽ, ആ പാട്ടില്ലേ, അതൊരു ഞാൻ പറഞ്ഞു പാടി കൊടുത്തു. ഇഷ്ടപ്പെട്ടു. പിന്നെ ഏതാ ഒരു പാട്ടും കൂടി പറഞ്ഞു. ആ ഒരു മൂടാനുള്ള ഉദ്ദേശിച്ചത് കുറച്ച് ടെമ്പോ ഉള്ള ആ ഒരു പഴയ മോഡലിൽ. പിന്നെ അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോ വരും, അതും അതേ അവിടുത്തെ തന്നെ. ഇത് കേട്ടപ്പോൾ മതി, അയൽന്നാണ് പുള്ളി ആ ഒരു ട്യൂണ് പിടിച്ചത്. തന്ന തന്തന തന്ന തന്തന്ന തന്ന തന്ന നല്ല ആ ട്യൂണുണ്ട്, അതാണ്. കീല് കീലുക്കും കീല് കീലുക്കും കിങ്ങിണി ചെപ്പിൽ ഒളിച്ചിരിക്കും അല്ലേ, അതാണ്. അല്ല അത് അത് അതേ ട്യൂണൊന്നല്ലല്ലോ, അതിലാണ് പുള്ളി അത് ഒരു ഇത് കിട്ടിയത്, പുള്ളി ആ ഗ്രിപ്പ് കിട്ടിയത്. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. മ്യൂസിക് എഴുതിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മനസ്സിലാവുമായിരുന്നു അന്ന് വിദ്യാജിക്ക് മലയാളം? അത് ഒന്ന് അതിൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരു ആ ട്യൂണിങ്ങും അതിൻ്റെ സൗണ്ടിങ്ങും പുള്ളി പറഞ്ഞ അതേ സാധനമാണ് സൗണ്ടിങ്, ഒന്നും നോക്കാനില്ല പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ പാട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പുള്ളിക്ക് അറിയില്ല, പാടാൻ പറ്റില്ല, ഇത് അത് ട്യൂണിലേ പറയാൻ പറ്റുള്ളൂ, തന്നെ നല്ല പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാനാണിത് പാടിക്കൊടുത്തത് എല്ലാവർക്കും. വെണ്ണില ചന്ദന കിണ്ണം പൊന്നമടക്കായലിൽ വീണേ എന്ന് ഞാനാ പാടിക്കൊടുത്തത് എല്ലാവർക്കും. അങ്ങനെയാണ് അത് ഹിറ്റായത്, എല്ലാവർക്കും ഇഷ്ടമായി. ഓ ഇത് കൊള്ളാലോ. അപ്പോൾ അടുത്ത് വന്നപ്പോൾ മറ്റേ ആ മഴ എന്നുള്ളത് പിന്നെ കമലാണ് പറഞ്ഞത്. കമല ഇയാളാണ് പറഞ്ഞത്, ഒരു വാക്കിൽ നമുക്ക് ഫിനിഷ് ചെയ്താലേ എല്ലാ ഇതിലും. നമ്മൾ മഴയായി കളയുന്നു, ആ ശരിയായിരുന്നു.
പ്രണയമണിത്തൂവൽ എല്ലാം മഴയെ. തീരാത്ത മോഹം ഈ മഴ, ഗന്ധർവഗാനമീഴ, ആദ്യാനുരാഗമഴ, അരികിൽ വരുമ്പോൾ പനിനീർ മഴ, അല്ലെ, അകലത്ത് വന്നാൽ കണ്ണീർ മഴ. എല്ലാവർക്കും അത് ഭയങ്കര ഫീലായി. മിണ്ടുന്നതെല്ലാം മൊഴിനീർ മഴ. അതാണ് നമ്മുടെ നില എന്ന് പറഞ്ഞ് തമിഴിൽ അവസാനിക്കുന്ന പോലെ മൂട് പറഞ്ഞ പുള്ളി ഒരു വാക്കിൽ തന്ന കിട്ടിയാലോ അവൻ അടിക്കാവുന്നു. മഴ എന്ന് പറഞ്ഞപ്പോ എല്ലാം മഴയെ. പക്ഷെ ഭയങ്കര പ്രണയത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ മെല്ലെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളിലുള്ള നീർമഴ, സ്വരമഴ. ഒരു ബ്യൂട്ടിഫുൾ സോങ്. അതിന്റെ വിഷ്വലൈസേഷനും അതെ അതുപോലെ തന്നെ. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ അന്തം വിട്ടു എല്ലാവരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അല്ല, അങ്ങനെയുണ്ട്. എല്ലാം അവിടെ നിന്നാണ് എഴുതിയത് ഷൂട്ടിങ്ങിന്റെ സമയത്ത്. ഈ ഓ ദിൽ റുബ അതെങ്ങനെയാ ആലോചിക്കണ? ദിൽ റുബ എന്നൊരു വാദ്യോപകരണമാണ്. അതൊരു കുട്ടിയുടെ പേരായിട്ടും പറയാം. അതെ അതെ, അങ്ങനെയാണ് ഓ ദിൽ റുബ ഇനി സംഗമോത്സവം. എനിക്ക് ഓപ്പണിംഗ് ഒരു മ്യൂസിക്കൽ പാട്ടുമാണ്, മ്യൂസിക്കൽ സീനുമാണ്, പിന്നെ ഒരു ഹിന്ദുസ്ഥാനി മൂടുമാണ്. അപ്പോൾ അങ്ങനെ ആക്കി തിരുവാനാക്കി. അപ്പോൾ പാടുന്നത് പിന്നെ ഇയാളാണ്, ഹരിഹരൻ പാടുന്നുണ്ട്, ചിത്രാമ്മ. അപ്പോൾ അങ്ങനെ ആക്കാൻ അത് ഹരിഹരൻ സാറിന്റെയും ചിത്രാമ്മയുടെ ശബ്ദത്തിൽ വരുമ്പോ നല്ല രസമായി. നിന്റെ അഴകിൽ ഇപ്പോഴാണ് ഭയങ്കര ഹിറ്റായത്. ഇപ്പോ റിയാലിറ്റി ഷോയിൽ കുട്ടികൾ പാടുന്നത് അതാണ്. ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ പാടുന്നു. നമ്മൾ കിരീടം പറഞ്ഞു നേരത്തെ. അപ്പം അതില് ഈ പാർവതി കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഒരു ആ വരിയുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ താതന്റെ ശോകം എന്ന് പറയുന്നുണ്ട്, മഴ നീർക്കിനായലഞ്ഞു എങ്ങോ പുള്ളോർക്കുടം പോലെ തേങ്ങി, പുള്ളോർക്കുടം വീണുറങ്ങി, കഥനങ്ങളിൽ കനിവേഗവും വെൺമേഘവും മിഴുനീർക്കിനാവായി മറഞ്ഞു എങ്ങോ പുള്ളോർക്കുടം കീണുറങ്ങി. അപ്പോഴാണ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നത്. അതാണ് എന്റെ ആ മൂടാണ്. പുള്ളോർക്കുടം അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ പുള്ളോർക്കുടം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ എന്തോ നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന എന്തോ ഒരു സാധനമായി മാറി. അതാണ് ഇത്. നമ്മൾ ഒരു ബിംബം തിരഞ്ഞെടുക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം, ആ സിറ്റുവേഷൻ, അതെന്തോ ഒരു ഭാഗ്യമാണ് അങ്ങനെ വന്നു വീഴുന്നത്. അങ്ങനെ പുള്ളോർക്കുടം, ആ പുള്ളോർക്കുടം തന്നെ പല സമയത്ത് പല രീതിയിലാണ് വരുന്നത്. അതൊക്കെ വന്ന് വീഴുന്നത് ഭാഗ്യമനെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സൂര്യതാപമായി താതന്റെ ശോകം, അതിന് വേറെ അർത്ഥം, പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഞാൻ പിന്നെയാണ് അറിയുന്നത്, ഈ സൂര്യന് അച്ഛൻ്റെ, ഈ ജ്യോതിഷത്തിലെ അച്ഛൻ്റെ സ്ഥാനമാണ്. എനിക്കറിയില്ല അത്. സൂര്യതാപമായി താതന്റെ ശോകം എന്ന് പറഞ്ഞത് ഏറ്റവും നല്ലതാണെന്ന് ഏതൊരു ജ്യോത്സ്യനാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി? അത് അച്ഛൻ സൂര്യൻ്റെ ഇതാണ്, ഈ ജ്യോതിഷത്തിൽ സൂര്യൻ്റെ സ്ഥാനമാണ്. അത് സൂര്യൻ്റെ, പിന്നെ 1000 കൈ സഹസ്രകിരണനാണ്. 1000 കൈ നീട്ടി നിർത്തിയെന്ന് വെറുതെ വരുന്നതല്ല, 1000 കരങ്ങളാണ്. കൈ നീട്ടിക്കൊണ്ട് ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നത് അച്ഛൻ പറഞ്ഞതല്ലേ. അമ്മ സ്നേഹം കൊടുക്കാൻ വേണ്ടി അമ്മ തയ്യാറായിട്ട് നെഞ്ചിൽ പാലാഴി എന്തി അമ്മ. അതൊക്കെയാണ് ബിംബങ്ങൾ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അവനെ തൊടാൻ പറ്റില്ല. അവനത് ആ പാട്ടില് സേതുമാധവന്റെ മുഴുവൻ ദുഃഖങ്ങളും അതില് എന്നാ ദുഃഖം പറഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാവരുടെയും ചുറ്റുമുള്ള എല്ലാവരുടെയും അവസ്ഥ, നമ്മൾ പ്രകൃതിയാണ് നമ്മൾ പറയുന്നത്. ഹരികൃഷ്ണൻസ് ഇപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു സുഹൃത്ത് ഹരികൃഷ്ണൻസ്, ഞാൻ പറഞ്ഞു ഹരികൃഷ്ണൻസിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു ഇത് എന്തായാലും ചോദിക്കണം എന്ന് പറഞ്ഞു. പൂജാബിംബത്തിന്റെ കാര്യമാണ്. കാരണം ചന്ദ്രനും സ്വന്തം, സൂര്യനും സ്വന്തം, സന്ധ്യയെ നീ ഇന്നാർക്കും സ്വന്തം. പിന്നെ അതിനേക്കാൾ എനിക്ക് രസമുള്ള നമ്മുടെ ലാലേട്ടൻ പാടുമ്പോഴും മമ്മൂക്ക പാടുമ്പോഴും 2 രീതിയിലാണ് പറയുന്നത്. അത് ഏകാന്ത സൂര്യന് നൽകൂ, രാഗാർദ്ര ചന്ദ്രനെ മറക്കൂ എന്ന് പറയുന്നുണ്ട്. മറ്റേ ഇങ്ങനെ പറയും, നീ സൂര്യന് വേണ്ടിയാണ് ഇവിടെ ഇയാൾ സംസാരിക്കുക, ഇയാൾക്ക് വേണ്ടി സൂര്യൻ സംസാരിക്കും, ചന്ദ്രന് വേണ്ടി ഞാൻ വഴിമാറാം. എന്തൊരു ബ്യൂട്ടിഫുൾ ആലോചനയാണെന്ന് ആലോചിക്കുക. കാരണം സന്ധ്യ വെച്ചിട്ട് സൂര്യനും ചന്ദ്രനും വേണ്ടി അവര് രണ്ടുപേരും പിന്നെ ഇവരോട് സംസാരിക്കുന്നു. പക്ഷെ അതൊക്കെയാണ് ബ്യൂട്ടി. ആ ആലോചന എങ്ങനെയാ വന്നേ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതങ്ങനെ വന്നതേ ഉള്ളൂ. കാരണം ഒരു സന്ധ്യയായി അവരെ അത് പൂജാബിംബം വഴി തുറന്നില്ലേ. അതാണ് ഈ പിന്നെ ആ സന്ധ്യ ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്ന്
രണ്ടും ചേരുന്ന ഒരു സമയം അല്ലേ? അതാണ്. ഫാസിൽ സാർ അന്നേരം പാട്ടുകള് എങ്ങനെയായിരുന്നു? ഫാസിലുണ്ടായിരുന്നു. ഫാസിലിന് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ഫാസിൽ പറഞ്ഞു, എനിക്കതൊന്നും പറയാൻ പറ്റില്ല, അത്രയും വലിയ വലുപ്പമാണ് അത്. പൂജാബിംബം എന്നുള്ള പാട്ടൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് അത് മാതൃഭൂമിയുടെ ഇതിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ പാട്ടുകളെ പറ്റി പുള്ളി പറഞ്ഞത് അങ്ങനെയാണ്. ദേവദം ദുഫിയെ പറ്റി പറഞ്ഞ് അവസാനം പറഞ്ഞു, എനിക്ക് അതൊക്കെ പറയാനുണ്ട്, അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞു. അതുപോലെ സംഭവങ്ങൾ വരികയല്ലേ. അതെ, സമയമിതപൂർവ്വ സായാഹ്നം. അതെ, അതിലും തന്നെ. പിന്നെ രസമുള്ള പൊന്നെ പൊന്നമ്പിളി എല്ലാവർക്കും പാടി നടക്കുന്ന ഹരികൃഷ്ണൻസ് എല്ലാം കൊണ്ടും ഒരു ഭംഗിയുള്ള ഒരു ആൽബം തന്നെയായിരുന്നു. ആ പടത്തിന്റെ ഒരു മൂടാണ് അതിലെ പാട്ടിലെ മൂട്. അതെനിക്ക് അങ്ങനെ ഉണ്ട് ഒരു ഭാഗ്യം. ഇവരെ പറയുമ്പോൾ തന്നെ അതാണ് പിടിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഇതിനൊരു മൂഡ്. ഇപ്പൊ ഈ പടം തന്നെ നമ്മളെ ഈ അതല്ലേ, ആ പാട്ട് വന്നപ്പോ പാട്ട് ഫുള്ളായി വന്നപ്പോഴേക്ക് ആ പാട്ട് അവിടെ ഒട്ടിച്ചു വെച്ച പോലെ അതാണ് എല്ലാം ചേർന്നങ്ങ് വരും. അതൊരു മാനസികമായിട്ടുള്ള ഒരു പിന്നെ സാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നത്, താതാത്മ്യം പ്രാപിക്കുക. അതുകൊണ്ട് നമ്മളത് വേണം, നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇപ്പം മോള് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ റെഡിയല്ലേ ഇപ്പോഴേ, എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാൻ പറയാൻ തയ്യാറായിട്ടില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ള ഞാൻ പറയുന്നത്, ഇനി വേറെ ഉണ്ടാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്രണയം, വിരഹം അല്ലെങ്കിൽ സന്തോഷം, ഈ പറഞ്ഞ രസമുള്ള പാട്ട്, ഞാനിത് അതിൽ നിന്നൊക്കെ ഇറങ്ങി വന്നാണല്ലോ. ഏതാ ഏറ്റവും എളുപ്പത്തിൽ പെന്നിൽ വരുന്നത്? പ്രണയം തന്നെയല്ലേ, പക്ഷെ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം വിരഹമാണ്. വിരഹത്തിന് ഭയങ്കര ഡെപ്ത് ഉണ്ട്, ഭയങ്കര ഡെപ്തായിരിക്കും. അത് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. പ്രണയവും വിരഹവും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ആ വിരഹത്തിൻ്റെ ശരിക്ക് വിട്ടുമാറുന്നൊരു, പറയാതെ അറിയാതെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ടുമാറിക്കഴിഞ്ഞു പോയത്, അത് ഭയങ്കര സങ്കടം വരുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടത്. എത്ര വർഷമായി എനിക്കറിയില്ല, ഞാനിപ്പോ ഇന്നലെ എഴുതിയ പോലെ ഉണ്ട്. കൊല്ലത്തിലായി, ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള പാട്ടാണ്. 25 കൊല്ലായി. ശരിയത്, അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇപ്പോഴും അതെല്ലാം ഒരു എൻ്റെ കുട്ടിപ്രായം തന്നെ എനിക്കറിയാം ഇപ്പം ഇപ്പോഴും. അതായത് 75 വയസ്സുള്ള ഞാൻ 60 വയസ്സുള്ള കുട്ടിക്കാലം, അല്ലെങ്കിൽ 65 വയസ്സുള്ള കുട്ടിക്കാലം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓരോ സംഭവം എനിക്കിതൊന്നും മറന്നു പോകില്ല. ഇതൊക്കെ ഞാൻ പാട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ പുതിയതായിരിക്കും, ചിലപ്പോൾ കുറച്ച് പഴയ പാട്ടായിരിക്കും. ഏറ്റവും ബുദ്ധിമുട്ട് എന്താ? ഒരു വരികൾ വരാൻ ഏത് ജോണറാണ് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഇത് വരും, ഒരു ബ്ലോക്ക് പോലെ വരാം. അതൊന്നും എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ. ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും കുറേ കാത്തിരുന്നിട്ട് വരി വരാൻ? പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ മോളോട്, എനിക്ക് കമലിൻ്റെ ഒരു പടം, പിന്നെ ശ്രീനിവാസനും ഗ്രൂപ്പൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണ് പാതിമൈ മറഞ്ഞ, അതല്ലേ? അതിൽ വേറൊരു പാട്ടുണ്ടായിരുന്നു, അത് മറ്റേ എന്താണ്, കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടു. ആ പാട്ട് വേറെ ഏതോ രീതിയിലാണ് ഇങ്ങനെ വന്നത് ആദ്യം. അപ്പോൾ വന്നിട്ട് എനിക്ക് മാറ്റം വരുന്നേ ഇല്ല, അത് മാറാൻ പറ്റുന്നില്ല. അത് പിന്നെ ഒരു ഡമ്മി വാക്കായിരുന്നു, ഈ സിന്ദൂരപ്പൂവ് എന്നൊരു ഡമ്മി വാക്ക് ആ പാട്ടിന് വിട്ടപ്പോൾ ജോൺസൺ, എനിക്ക് അതിൽ നിന്ന് മാറാനേ പറ്റുന്നില്ല. അത് ആ ഡമ്മി വെച്ചിട്ട് സുവർണലതര വന്ന് ട്രാക്ക് പാടി. എനിക്കത് കേൾക്കാനേ സഹിക്കവയ്യാണ്. എനിക്ക് പറ്റാഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ പണി നിർത്തിയിട്ട് പോവാം എന്ന് വിചാരിച്ചു. ശരിക്കും അത്ര വിഷമിച്ചു. രാത്രി കിടന്നുറങ്ങി, രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എണീച്ചു, പാട്ട് വന്നു, ഫുൾ പാട്ട് വന്നു. രാവിലെ അപ്പം തന്നെ വിളിച്ചു, ഞാൻ കമലിലേക്ക് വിളിക്കും രാത്രി തന്നെ. അപ്പം തന്നെ പാട്ട് വന്നാൽ അപ്പം തന്നെ വിളിക്കും, ഒരു 4 മണിക്ക് 5 മണിക്കൊക്കെ വിളിക്കും. ഇവരൊക്കെ വിളിക്കും ഞാൻ. അങ്ങനെ വിളിച്ചു, കമലോട് പാട്ടായി, നിങ്ങൾ രാവിലെ നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന്. ഫുൾ പാട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ ആണെന്ന് തോന്നുന്നു. ആ വിഷ്വൽസ് വന്നപ്പോൾ ഭയങ്കര രസമായത്. ശ്രീനിയാണ് നായകൻ, അയാളെ പറ്റിയാണ് പറയുന്നത്. വാക്കുകളിൽ പുതുമ പ്രയോഗിക്കാന്ന് പറയില്ല, ഓരോ കാലത്തിന്റെ പുതിയ വാക്കുകൾ. ഇപ്പൊ ഒരുപാട് രസമുള്ള പാട്ടുകൾ വന്നിട്ടുണ്ട്. പൈനാപ്പിൾ പെണ്ണെ, എൻകരളിൽ താമസിച്ചാൽ, സാറേ സാറേ സാമ്പാറേ, അതൊക്കെ ആ പടത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച്, അതും കാലഘട്ടത്തിനനുസരിച്ച്. അങ്ങനത്തെ പാട്ട് ഇപ്പൊ ഞാൻ ജയചന്ദ്രൻ സാറിന് ഇന്റർവ്യൂ എടുക്കുമ്പോൾ പൈനാപ്പിൾ പെണ്ണെ കൈതപ്രം തിരുവേരിയാണ് എഴുതിയത് എന്ന് നമ്മൾ പെട്ടെന്ന്, ഞങ്ങളുടെ ആദ്യത്തെ പാട്ടാണ്.
വെള്ളി നക്ഷത്രം വെള്ളി നക്ഷത്രം ഒരു പടമാണത്. പ്രേതപടം. അന്നൊക്കെ അത് എഴുതുമ്പോ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പാട്ടുകൾ എഴുതുന്നതിൽ? ഞാൻ ആ പടത്തിലല്ല എഴുതുന്നത്. എന്നിട്ട് അവരൊക്കെ പറഞ്ഞു ഇത് മാറ്റണോ, എനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമാണോ എഴുതാം, കുഴപ്പമില്ല എന്നാ ഓക്കെ. അന്ന് ജയൻ സാർ പറഞ്ഞു വിനയൻ സാറാണ് ഈ ചോക്ലേറ്റ് പീസ എന്നുള്ള വാക്ക് വേണമെന്ന്. പിന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട മാറ്റാൻ പറഞ്ഞു. അതങ്ങനെ വേണമെന്നുണ്ട്. എന്നാ ശരി പറഞ്ഞു. ഈ സാറേ സാറേ സാമ്പാറോ അതും ഇതുപോലെ അതാ പിന്നെ തമാശ പാട്ടായിട്ടുണ്ട്. സാറേ സാറേ സാമ്പാറേ. പക്ഷെ അതിന് വേറെ തമാശയുണ്ട്. ആ പല്ലവിയേ ഉള്ളൂ അതുപോലെ. അനവലി മെലഡിയാ. കണ്ണാരം പൊത്തി പൊത്തി കളിച്ചില്ലേ നമ്മൾ മെലഡിയാ, പക്ക മെലഡിയാ. മെലഡിയും കൂടി വേണം അതിനിവിടെ, അപ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് അത് ആ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറയുമ്പോ ഈ ബട്ടൺ പോലും നേരെയായി മാറും അല്ലേ. അതാണ് വേറെ ഒരു കാലത്തെ യൂത്ത് ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു ഫോർ ദ പീപ്പിൾ. ഇന്നും ലജ്ജാവതിയും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പാട്ടെല്ലാം അങ്ങനെയാണ്. അതെ അതെ അതെ, അത് ജയരാജന്റെ ഒരു ട്രിക്കാണ്. അതന്നെ ആ സ്റ്റൈലിൽ തന്നെ വേണമെന്ന് പറയും. ആ പടം മുഴുവൻ അങ്ങനെയൊക്കെ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, അത് നമ്മള് പഴയ പാട്ടുകളുടെ ലജ്ജാവതി എന്നൊക്കെ ആലോചിക്കാം. പക്ഷെ ഈ ട്യൂണിൽ ആ വാക്ക് എങ്ങനെ വന്നേ? അതുകൊണ്ടാണ് ലജ്ജാവതിയെ ആക്കിയത്. തന്ന തനന എന്ന് പറയുമ്പോഴേ ലജ്ജാവതിയെ എന്ന് പറയുമ്പോൾ അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റണ്ടേ. ഞാൻ ചെയ്ത് പോട്ടെ. അയാള് കന്നഡ, തമിഴ്, മറ്റേ തെലുങ്ക് ഏതോ ഒന്നിൽ മാത്രം വേറെ എന്തോ മാറ്റിയപ്പോൾ അതിന് സുഖം ഉണ്ടായില്ല പാട്ട്. മറ്റൊക്കെ ലജ്ജാവതി തന്നെയാണ്. ആ സംസ്കൃതമാക്കാണല്ലോ. അവിടെയൊക്കെ ക്ലിക്കായി. മറ്റു പാട്ടുകൾ ഫോർ ദ പീപ്പിളിൽ ചെയ്യുമ്പോഴോ ഈ ജാസി ഗിഫ്റ്റ് പാടുന്നു, അന്നതൊരു പുതുമയായിരുന്നല്ലോ. പിന്നെ ജാസിയുടെ കൂടെ കൂടി ആ ഒരു ട്രാക്കിലേക്ക് മാറി. ജില്ലയിലെ ജില്ലയിലെ കാരണം ഞാനൊരു കുട്ടിയാടോ, ഞാൻ ഓടി കളിക്കുന്ന ഒരു കുട്ടിയാ അപ്പോഴ് പാട്ട് എഴുതുമ്പോൾ. അതെ, പ്രമദവനൊക്കെ എഴുതുമ്പോൾ ഭയങ്കര ഗൗരവമായിട്ടിരിക്കുന്ന ഒരാള്. മറ്റേ നിങ്ങളുടെ കൂടെ കളിക്കുന്ന കുട്ടി. അങ്ങനെ ആയാലേ പറ്റുള്ളൂ, അങ്ങനെ പാട്ട് എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പുസ്തകം നോക്കിയിട്ട് ആ പുസ്തകം വെച്ചിട്ട് നമുക്ക് അതുപോലെ അതൊന്നും നടക്കില്ല. ആ പടത്തിന് വേണ്ടി എന്തൊക്കെ തോന്നിയ ദിവസം വേണം അതൊക്കെ ചെയ്യും. തുടക്കം മുതലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ലിറിസിസ്റ്റുകൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അതൊക്കെ ഉണ്ട്. എനിക്കൊന്നും ഉണ്ടായില്ല. എനിക്കെന്ത് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു മാത്രമേ എനിക്കതിന് സമയമുള്ളൂ. ഫുൾ ടൈം വർക്കല്ലേ. വേറെ ആളെ പാടൊന്നും ഞാൻ കേൾക്കാനേ പോയില്ല. അപ്പോഴ് വരികളൊന്നും നോക്കാനും ഒന്നും സമയമില്ല എനിക്ക്. പടങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഒരു പടം കഴിഞ്ഞാൽ അടുത്ത ജോൺസനൊക്കെ ഒരു കൊല്ലം ജോൺസണും ഞാനും മാത്രം 49 പടം ചെയ്തിട്ടുണ്ട്. അറിയാം, 49 പടം. അത് പിറ്റേ ദിവസം കൊല്ലം റിലീസ് ചെയ്യുന്നു. പിന്നെ എവിടെ ആലോചിക്കുന്നു. പിന്നെ അതിനിടെ രവിയേട്ടനും ജോൺസണും ഒക്കെ വേറെ, അവരൊക്കെ ഇത് അല്ല, രവിയേട്ടനും അവസരപ്പച്ചനും ഒക്കെ വേറെ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ദേവസഭാതലത്തിൽ ഞാൻ സിബി സാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പുറത്ത് പത്മശ്രീ അനന്തൻ നമ്പൂതിരിയായിട്ട് കൊണ്ടുവരുന്നത് തിരുമേനിനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അന്ന് കാസ്റ്റ് ചെയ്തത് തിരുമേനിനെ. അതായത് ഇപ്പുറത്ത് പത്മശ്രീയൊക്കെ കിട്ടി വരുന്ന ഒരാളല്ലേ, കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നണമല്ലോ, അങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് അഭിനയമുണ്ട്, കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം എന്നുള്ളൊരു താല്പര്യം വരുന്നതോ? അഭിനയൊക്കെ നിർബന്ധിതമായിട്ട്. എന്നെ ആദ്യം പിന്നെ സ്വാതിരുന്നാളല്ലേ, അന്ന് ലെൻ്റെ ആയിരുന്നു. എന്നെ സെലക്ട് ചെയ്ത് എന്നെ പിടിച്ചു കൊണ്ടുപോയി. ഞാൻ അഭിനയിക്കാനൊന്നും പോയിട്ടില്ല, എനിക്കതൊന്നും പറ്റില്ല പറഞ്ഞു. പിന്നെ ഇവരൊക്കെ ചെയ്യണം, നല്ല നല്ല കറക്റ്റാന്ന്. പിന്നെ ഞാൻ ചെയ്തു ആ ഇത് ചെയ്തപ്പോൾ അതായി ടോപ്പായി. അത് രസം എന്നല്ലേ. എന്നിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ സ്വാതിനാളെ അഭിനയിച്ചത് അനന്തനാഗ് എന്ന് പറഞ്ഞാണ്. അദ്ദേഹം പാട്ടൊക്കെ വൈകാട്ട് പിടിച്ചു തുടങ്ങി. കാരണം ഞങ്ങൾ 3 പേരുള്ള സീനിൽ ഞാൻ അടിച്ച് കലക്കുന്നുണ്ട്. മുരളിക്കും പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മുരളിയും ഞാനും ഇദ്ദേഹമാണ്. പിന്നെ അനന്തനാഗ് അയാളുടെ പാട്ടൊക്കെ നേരത്തെ റെക്കോർഡ് ചെയ്ത് കേട്ട് പഠിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെയാണ്. എൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. അത് കണ്ടിട്ടാണ് വാസുവേട്ടൻ എന്നെ വേറൊരു പടത്തിന് വിളിച്ചത്. MD അത് ഭയങ്കര ക്ലിക്കായി.
ഈ ലാലേട്ടൻ അതിൽ പാടുന്നുണ്ട്, ദേവസഭാതലം പാടുമ്പോൾ നമ്മളെപ്പോഴും അത്ഭുതത്തോടെ പറയുന്നത് ലാലേട്ടൻ ഇത്തരം പാട്ടുകൾ എന്ത് ഈസി ആയിട്ടാണ് ചുണ്ടനക്കുന്നത്. അതായത് ക്യാമറ പുള്ളിയുടെ ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുമ്പോൾ എന്നിട്ടും പുള്ളി തെറ്റിക്കാതെ. അത് 15 ദിവസം ഷൂട്ട് ചെയ്തറിയാത്. 15 ദിവസം പാട്ട്. ഓ, പകൽ മുഴുവൻ ഇത്, രാത്രി മുഴുവൻ മറ്റേ ശ്രീകുട്ടൻ പാടിയ പാട്ട് നാദരൂപിണി ശങ്കരി. രാത്രി മുഴുവൻ എൻ്റെ ഇത് അതിങ്ങനെ ഓരോ കഷ്ണമായിട്ട് എടുത്തുകൊണ്ടിരിക്കും. ഇതും അങ്ങനെ ഇപ്പുറത്ത് ക്യാമറ വെച്ച് എൻ്റെ മുഖവും രണ്ട് ക്യാമറ വെച്ചിട്ടാണ് എൻ്റെ മുഖവും പിന്നെ ലാലിൻ്റെ മുഖവും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഭയങ്കര പണിയെടുത്തത്. ജോൺസൺ മാഷ കൂടെ സല്ലാപത്തിലെ ചന്ദനച്ചോലയിലും അതുപോലെ തന്നെ പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രിക, ഈ പാട്ടിൽ ചന്ദനച്ചോലയിൽ വരുന്ന സമയത്ത് ഒരു ഇതില്ലേ, പൂന്തന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലയാളിന് നീ നൽകിയോ എന്ന് പറയാം. അവിടെ എത്തുമ്പോ ഒരു പ്രത്യേക ഭംഗി, ആ പാട്ടിന്റെ ഭംഗി വളരെ കൂട്ടും. അതെങ്ങനെയാ ആലോചിച്ചിട്ടുണ്ട്? പൂന്തന്നലിന്റെ ശ്രീ സുഗന്ധം. അതെ, അതൊക്കെ ഇപ്പൊ നമ്മൾ അതായി മാറുമല്ലോ, ആ ക്യാരക്ടറായി മാറും. പിന്നെ മഞ്ജുവിന്റെ ക്യാരക്ടർ പാടുന്നതും മറ്റേ പാടുന്നതൊക്കെ ഞാൻ സ്വയം അതിന്റെ മറുപടിയും മറ്റേതൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള പാട്ടുകളുണ്ടല്ലോ. പിന്നെ പൊന്നിൽ കുളിച്ചു നിന്നു എന്നുള്ളത് ചന്ദ്രികാ വസന്തം. ആ വാക്കുകൾക്കൊരു ഭംഗിയുണ്ട്. ഇപ്പം നമ്മള് അത് എടുത്തത് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അതിനാണ് കൈതപ്പുറം എന്ന് പറയുന്നത്, എന്നെ വിളിക്കുന്നതിന്. തീർച്ചയായിട്ടും. ആ സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു 10-15 പേര് ടോപ്പിലുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ ജീവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ അടുത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഈ അമ്മമാരെ വെച്ച് പാടി നടന്നായിരുന്നു രാപ്പകലിലെ പാട്ട്. കേട്ടിട്ടുണ്ടായിരുന്നു? തങ്ക മനസ്സ്, ഈ അമ്മ മനസ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ വിരഹം പോലെ തന്നെ ഈ പ്രണയം, അല്ലെങ്കിൽ പറയാത്ത പ്രണയത്തിനാണ് യദുഹൃദയം. വീണ്ടും ഒരു കമൽ സാറിന്റെ പടത്തിൽ അങ്ങനെയുള്ള ഒരു ഇമോഷൻസ് വരുന്നതായിരുന്നു. പക്ഷെ തങ്ക മനസ്സ് അമ്മ മനസ്സ് ഭയങ്കര രസത്തിലുമാണ് പാടുന്നത്. ആ പാട്ടിന്റെ ഓർമ്മ എന്താ? പിന്നെ ആ പാട്ട് ഇങ്ങനെ അമ്മയെ കുറിച്ചുള്ള പാട്ടാണെന്ന് തീരുമാനിച്ചു. ശാരദയുടെ ഒരു ഇതാണ്, വിഷു കൈ നീട്ടം കൊടുക്കുന്നു, അതെല്ലാം കൃത്യമായിട്ട് വന്നിരുന്നു. ആ ഒരമ്മ എന്തൊക്കെ ചെയ്യാമോ ആ അമ്മയുടെ മനസ്സിലൂടെയാണ് വരുന്നത്. ആ ക്യാരക്ടർ അതിൽ വന്നു. യദുഹൃദയം ഭയങ്കര രസമാണ്. യദുഹൃദയം അറിഞ്ഞില്ലൊന്നും വനമുരളി മൊഴിഞ്ഞില്ലൊന്നും, മാധവിക്കുട്ടിയുടെ ക്യാരക്ടർ അതേപോലെയാണ്. അതുപോലെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്, എഴുത്തുകാരി എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആ വരികൾ ഭയങ്കര രസമാണ്. യദുഹൃദയം, വനമുരളി എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അത് രണ്ടും കൂടി ബന്ധപ്പെടുമ്പോഴാണല്ലോ ഈ രാധയുടെ പ്രണയം, അറിയാത്ത പ്രണയം. പാട്ടിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന നടീനടന്മാര് അങ്ങനെ ഓർക്കുമ്പോ ഏത് പാട്ടിനായിരിക്കും അത്രയും വലിയൊരു വാമായിട്ടുള്ളൊരു? ഞാനിപ്പോഴും ഓർക്കുന്നത് അല്ല, ലാലിനൊക്കെ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അത്രയേറെ നല്ല പാട്ടുകൾ, എല്ലാ പാട്ടും അങ്ങനെ. അത് ഞാനിപ്പോഴും ഓർക്കുന്നു. ലാൽ തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതിന്റെ റെക്കോർഡിങ്ങിന്റെ അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആണ് കമ്പോസ് ചെയ്യേണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ലാല് എൻ്റെ അടുത്ത് അണ്ണാ എന്നൊക്കെ പറ്റി ഇങ്ങനെ കന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ലാല് ആണ് എന്നോട് പറഞ്ഞത്, മറ്റേ അത് ഏതോ അതിന് 5 കൊല്ലം മുമ്പ് വന്ന പടം, അതാണ് അയാൾ അപ്പോഴാണ് എന്നോട് പറയുന്നത്. മറ്റേ അയാൾ കഥ മറ്റേ ഏതോ എന്തില്ല ഏതോ അണ്ണാ അത് ഭയങ്കര പാട്ടാന്ന്, അസാധ്യ പാട്ടാന്ന്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് 4 കൊല്ലം മുമ്പേ ഉള്ള പടം, ആ പാട്ട് ഇപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്നു പുള്ളി. അതിന്റെ മ്യൂസിക്കും അത്ര ഗംഭീരമാണ്. പിന്നെ ഭയങ്കര പാട്ടാണ്. അതെനിക്ക് അത്ഭുതമായി തോന്നി അയാൾ പറഞ്ഞപ്പോൾ. മാനെ എന്നുള്ളത്, അത് മാനിനെ ആലോചിക്കാൻ എന്തായിരിക്കും കാരണം? അടിപൊളി പിണങ്ങിയാലിണങ്ങാത്ത കസ്തൂരി മാനെ കളിയാക്കുന്നത്, ഇങ്ങനെ ടീസ് ചെയ്ത് ഇങ്ങനെ പാടുന്നൊരു പാട്ടാണല്ലോ. അതെ, അത് ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയതിന് അതേപോലെ. ഈ മാനെ എന്ന് പറഞ്ഞ അത് പിന്നീട് അതിന്റെ ഒരു മ്യൂസിക്കിന്റെ വലിയൊരു ഇതും വരുന്നുണ്ട്. എല്ലാ പാട്ടും പെരുമഴക്കാലം, കല്ലായിക്കടവത്തെ നമ്മൾ നാട്ടിലെ കല്ലായിക്കടവ്, കാറ്റൊന്നും മിണ്ടിയില്ലേ എന്ന് ചോദിക്കുന്നത്. അതെങ്ങനെ വെച്ചാൽ ഈ ഇവർ രണ്ടുപേരും 2 ദിക്കുന്നാന്ന് വിചാരിക്കാം, 2 ദിക്കുന്നാണല്ലോ. ആ 2 ദിക്കുന്ന പ്രണയിക്കുമ്പോൾ അവിടെയുണ്ട് ചന്ദ്രൻ, ഇവിടുത്തെ ചന്ദ്രനുണ്ട്, ഇവിടുത്തെ ചന്ദ്രനോട് വിളി ചോദിക്കും, അയാൾ മറുപടി പറയും. അതാണ് അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ സംഭവമാണത്. അതുപോലെ ഒപ്പന പാട്ടായിട്ട് ഇന്നും പാടുന്നതാണ് മെഹറുബ. കിളികിളിങ്ങണ വളയും ഇട്ട് അതിന്റെ ഒരു തുടക്കം വേറെ തന്നെ വെച്ചിട്ടുണ്ട്.
ഒപ്പന പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ മലബാറിന്റെ കൾച്ചർ പാട്ടുകൾ? അതിന് കുറേ പണിയെടുത്ത പടാത്. ഓ, ഞാൻ ഈ മറ്റേ നമ്മളെ കൊണ്ടോട്ടി കവിയില്ലേ, നമ്മളെ മാപ്പിള കവി മോയിൻകുട്ടി വൈദ്യരുടെ പുസ്തകം ഞാൻ സംഘടിപ്പിച്ച് അതിലത്തെ കഥകളെ നോക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് എഴുതിയൊക്കെ. അതിനൊരു അത്ര തീം നന്നാവണം വെച്ചിട്ട് അത് അനുസരിച്ച് നന്നായി. പിന്നെ ബോയ് ഫ്രണ്ടിലും അതുപോലെ ഒരു പാട്ട് പാടിയില്ലേ, ഇത് റംസാൻ നിലാവത്ത പെണ്ണല്ലേ? അത് ഭയങ്കര പാട്ടായിരുന്നു. അത് അച്ഛൻ അഭിനയിച്ചത്. അതെ അതെ, പാടി അഭിനയിച്ചിട്ടുണ്ട്. പെരുമഴക്കാലം റഫീഖ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തിരുമേനിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ തന്നെ നമ്മൾ ഒന്നിലധികം ലിറിസിസ്റ്റ് കമ്പൈൻ ചെയ്യുമ്പം ചിലപ്പോൾ അപ്പുറത്തെ പാട്ടുകളെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ പാട്ട് നമ്മൾക്ക് ആലോചിച്ചിട്ടില്ല. അപ്പം അതിൽ റഫീഖ് അഹമ്മദ് ആദ്യമായിട്ട് വരുന്നതല്ല, ഞാനത് നോക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, റഫീഖ് ഞാനുമായിട്ട് വേറെയും പടം ചെയ്തിട്ടുണ്ട്, ഇഷ്ടം. അതിലാണ് അയാൾ ആദ്യം ചെയ്തത്. സിബി സാറിൻ്റെ പടം. എൻ്റെ പടം ഞാൻ നോക്കുള്ളൂ, എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എത്ര ആൾക്കാരുണ്ട് എന്നെക്കാൾ വലിയ ആൾക്കാർ, ഭാസ്കരൻ മാഷ്, വയലാറ്, ഇവരൊക്കെ ഇല്ലേ, അവരൊക്കെ ഞാൻ എന്നെക്കാൾ വലുതായിട്ട് തന്നെ കണക്കാണ്. ഓന്നു സാറ്, പിന്നെ തമ്പിച്ചേട്ടൻ, ഇവരൊക്കെ ഉണ്ടല്ലോ. പുതിയ ആളുകളെ നിരീക്ഷിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ വന്ന്? പുതിയ ആളുകൾ ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഈ വിനായകനൊക്കെ കൊള്ളാം, വിനായക് ശശി, പിന്നെ നമ്മുടെ ഹരിനാരായണൻ, പിന്നെ റഫീഖ് അഹമ്മദ്, ഇത്രയൊക്കെ ഉള്ളൂ, 2-3 പേരൊക്കെ ഉള്ളൂ. പെരുമഴക്കാലത്തിലെ ആ മറ്റേ പാട്ട് കൂടെ, ചെന്താർമിഴി, മധു ബാലകൃഷ്ണന്റെ ശബ്ദത്തിൽ ഇന്നും ഓർക്കുന്ന ഒരു പാട്ടാണ്. അതിൽ ഈ പറഞ്ഞ 2 കൾച്ചറാ വരുന്നത് പെരുമഴക്കാലത്തില്. ഒരു ബ്രാഹ്മിൺ കൾച്ചർ, ഒരു മുസ്ലിം കൾച്ചർ. ബ്രാഹ്മിൺ കൾച്ചർ വന്നിട്ടുണ്ട്. എത്ര കണ്ടാലും മതി വരില്ലല്ലോ നിന്റെ നിലാച്ചന്തം. അത് ഒരു ഫേവറേറ്റ് പാട്ടാ. ഞാൻ ജയചന്ദ്രൻ സാറിനോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൈതപ്രം സാർ അങ്ങോട്ട് വിട്ടുകൊടുത്തതായിരുന്നു ആ വരികൾ എന്നാ പറയാറ്. ആ ഒരു കളറാണ് അഗ്രഹാരം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.